സംസ്ഥാനത്ത് ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ പൂർണ്ണം. പ്രൈവറ്റ് ബസ്സുകളൊന്നും നിരത്തിലിറങ്ങിയില്ല. എന്നാൽ KSRTC അധിക സർവീസ് നടത്തി. പ്രവർത്തന ചെലവിന് ആനുപാതികമായി ബസ് നിരക്ക് വർദ്ധിപ്പിക്കുക, മിനിമം നിരക്ക് 8 രൂപയായും കിലോമീറ്ററിന് 65 പൈസയായും വർദ്ധിപ്പിക്കുക, ബസ്സുകളുടെ ഡീസലിന് നികുതി ഒഴിവാക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യം നിർത്തലാക്കുക, സ്പീഡ് ഗവർണർ സംവിധാനം പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത്. എന്താണ് അതിന്റെ ആവശ്യം ചർച്ച ചെയ്തല്ലോ. അവര് വന്ന സംഘടനകളായിട്ട് എല്ലാം ചർച്ച ചെയ്തു. പിന്നെന്താ, ഒരിക്കലും നീങ്ങാൻ കഴിയില്ല, അവർക്ക് നീങ്ങൂല്ല. നീങ്ങിയ നടപടി കൈക്കൊള്ളും. കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ ആ കാര്യം കൈകാര്യം ചെയ്യും. എന്താണ് ഞാൻ അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ? ഇന്നിപ്പോ അവർ നടത്തല്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാൽ ഒരേ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ബസ് ഉടമ സംഘടനകൾ വ്യത്യസ്ത ദിവസങ്ങളിൽ സമരം നടത്തുന്നത് യാത്രക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ശനിയാഴ്ച സൂചനാ പണിമുടക്കും 20 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ സമരവുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ബസ് ഓപ്പറേറ്റേഴ്സ് കോഓർഡിനേഷൻ കമ്മിറ്റി 20-നാണ് സമരം നടത്തുന്നത്. സമരങ്ങളിലൊന്നും പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച സംഘടനകളുമുണ്ട്. പണിമുടക്കിനെ നേരിടാൻ KSRTC സർവീസുകൾ വർദ്ധിപ്പിച്ചിരുന്നു. സ്കൂളുകളോ ഓഫീസുകളോ പ്രവർത്തിക്കാത്ത 2ാം ശനിയാഴ്ചയിൽ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചത് വെറും വ്യക്തി താൽപര്യം കൊണ്ടാണെന്നും അത് ബുദ്ധിപൂർവമായ തീരുമാനമല്ലെന്നും കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയാലുടൻ ബസ്സുകൂലി വർധനാ പ്രശ്നം പരിഹരിക്കാമെന്ന് ഗതാഗത മന്ത്രി ഉറപ്പ് നൽകിയതിനാലാണ് സൂചനാ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. റിപ്പോർട്ടിനു വേണ്ടി ഒരാഴ്ച കൂടി ക്ഷമിക്കുമെന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ 20-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു.